സീരിയൽ നടിയായ താര കല്യാണിന്റെ മരുമകൻ അർജുൻ കൊച്ചിയിൽ അറസ്റ്റിലായിരിക്കുകയാണ്. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ്. താര കല്യാണിന്റെ അമ്മയായ സുബ്ബലക്ഷ്മി മുത്തശ്ശി മരിച്ചിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ, വളരെ ദുഃഖത്തിലിരിക്കുന്ന ഈ ഒരു അവസരത്തിലാണ് അവരെ തേടി മറ്റൊരു ദുഃഖവാർത്തയും. താര കല്യാണും അർജുനും കൊച്ചിയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു ഓട്ടോയ്ക്ക് ഓവർടേക്ക് ചെയ്തു, റോങ് ആയിട്ട് ഓവർടേക്ക് ചെയ്തു. അപ്പോഴും ആ ഓട്ടോക്കാരൻ എന്തോ സംസാരിച്ചു, എന്താണെന്നറിയത്തില്ല. പക്ഷേ അർജുൻ, ഷോർട്ട് ടെമ്പേർഡായ അർജുൻ പെട്ടെന്ന് ദേഷ്യം വരികയും ഓട്ടോക്കാരനെ ഫോളോ ചെയ്യുകയും ഓട്ടോയിൽ ഇടിച്ചതിന് ശേഷം വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങി ഓട്ടോക്കാരനെ കുത്തിന് പിടിച്ച് അടിക്കുകയാണ് ഉണ്ടായത്. സാധാരണ നമ്മളെല്ലാം റോഡിൽ കാണുന്ന ഒരു അവസ്ഥയാണ്. എപ്പോഴും ഓട്ടോക്കാരാണ് റോങ് ആയിട്ട്, എപ്പോഴും ഞങ്ങളെല്ലാം ഡ്രൈവ് ചെയ്യുമ്പോൾ ഓട്ടോക്കാരെയാണ് ശ്രദ്ധിക്കുന്നത്. റോങ് ആയിട്ട് അവർ ഓവർടേക്ക് ചെയ്ത് കളയും. എപ്പോഴും അവരുടെ സൈഡിൽ നിന്നാണ് റോങ് ആയിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തിരിച്ചാണ്. അപ്പം ഈ ഓട്ടോക്കാരനെ കുത്തിന് പിടിച്ച് അടിച്ചതിന് ശേഷം അർജുൻ അവിടെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുകയാണ്, വലിയ ഓവർ സ്മാർട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ജനം വളയുകയും അർജുനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാനുള്ള രീതികൾ അവിടെ ഉണ്ടായി. അപ്പോഴേക്കും സൗഭാഗ്യ ഇടപെട്ട് കരഞ്ഞ് സോറി പറയുന്നുണ്ട്. അബദ്ധത്തിൽ പറ്റിപ്പോയതാണെന്ന് സൗഭാഗ്യ പറയുന്നുണ്ട്. പക്ഷെ ജനങ്ങൾ കൂട്ടാക്കിയില്ല. അപ്പോൾ അർജുൻ ജനങ്ങളെ വെല്ലുവിളിക്കുന്നു. ഞാനൊരു നടനാണ്, എനിക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട്, ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ എന്ന് വെല്ലുവിളിക്കുന്നു. പക്ഷേ സംഭവം പാടെ തിരിഞ്ഞു. ജനങ്ങളെല്ലാം വയലന്റ് ആവുകയാണ്. ഓട്ടോക്കാരനെ അടിച്ച ആ സംഭവത്തിൽ ഒരിക്കലും സീരിയൽ നടനോട് ഒട്ടുമേ ജനങ്ങൾ കൂട്ടുനിന്നില്ല എന്നുള്ളതാണ്. അവർ പോലീസിനെ വിളിക്കുകയും പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കുകയായിരുന്നു. അപ്പൊ സൗഭാഗ്യ ആകെ വിഷമത്തിലായി. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ ഇവര് മന്ത്രിമാരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. മന്ത്രിമാരും കൈവിടുന്നു. ലാസ്റ്റ് മന്ത്രിമാർ പറയുകയാണ് എന്താ നിയമ നടപടി എടുത്തോളാൻ പറഞ്ഞു. പിന്നെ കുറേ നേരം പോലീസുകാർ വെയിറ്റ് ചെയ്തു, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ലാസ്റ്റ് അറസ്റ്റ് രേഖപ്പെടുത്തിയാണ് ഉണ്ടായത്. അർജുനെ സംബന്ധിച്ച് അർജുൻ നല്ലൊരു ക്യാരക്ടറാണ്, എല്ലാവരുടെയും നല്ല സ്നേഹരീതി എല്ലാമാണ്. എങ്കിൽ കൂടിയും ഷോർട്ട് ടെമ്പേർഡുമാണ്. അപ്പൊ എന്തോ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ഇതെല്ലാം സംഭവിച്ചു. ഇതിനു മുന്നേയും ഇങ്ങനെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അർജുന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ എന്തുകൊണ്ടും താര കല്യാണിന്റെ ഫാമിലിക്ക് വളരെ നാണക്കേടുണ്ടായിരിക്കുകയാണ്. വളരെ ദുഃഖമുള്ള ഒരു വാർത്തയാണ്. നമ്മളെപ്പോഴും റോഡിൽ പാലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം ഒരു മിനിറ്റിന് വേണ്ടിയിട്ടാണ് പലരും ഓവർടേക്ക് ചെയ്യുന്നതും ഓവർ സ്പീഡ് എടുക്കുന്നതുമൊക്കെ. നിങ്ങൾ ഈ 1 മിനിറ്റ് നേടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ റോഡിൽ ഇത്രയും ധൃതി കാണിക്കുന്നത്? അത് അപകടം വിളിച്ചു വരുത്തുകയാണ്. നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചാൽ മതി, നമ്മളെ കാത്ത് വീട്ടിൽ ഒരുപാട് പേരുണ്ട്. അവരെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ നമ്മൾ റോഡിൽ ഇത്രയും ധൃതി കാണിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആർക്കും വിട്ടുകൊടുക്കാനുള്ള മനസ്ഥിതിയില്ല. അതാണ് പ്രശ്നം. ഒന്ന് വിട്ടുകൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാൻ മുമ്പേ എന്ന് കരുതിയാൽ തീർച്ചയായിട്ടും അത് അപകടം ക്ഷണിച്ചു വരുത്തുക തന്നെ ചെയ്യും. സ്വന്തം മകൾ ഭർത്താവിന് വേണ്ടിയിട്ട് കരഞ്ഞ് കാല് പിടിക്കുന്ന കണ്ട അവസ്ഥ താര കല്യാണിന് വളരെയേറെ ദുഃഖമുണ്ടാക്കി. എന്താ പറയേണ്ടത്? നമ്മൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. അത് ട്രാഫിക്കിൽ, അത് തീർച്ചയായിട്ടും നമ്മൾ പാലിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള നാണക്കേടുകൾ നമ്മളെ തേടി വരും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റ് ആര് ചെയ്താലും കുറ്റകരം തന്നെയാണ്. അവിടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നുമേ ഇല്ല. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഒരു വേർതിരിവുമില്ല.